അപ്പോൾ ആ ഷെഡിൽ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ നല്ല മുള ഉണ്ട്, അടിപൊളി ഒരു വീടാണ് ഒരുക്കിയിരിക്കുന്നത്. ചേട്ടാ ഇവിടെ ആനശല്യമൊക്കെ ഉണ്ടോ? ആനശല്യം ഉണ്ട്. ഉണ്ടല്ലേ? ഓ, അപ്പൊ എന്താ ചെയ്യും ഇവരിപ്പോ? ആനശല്യം ഉണ്ടെന്ന് വെച്ചാൽ ഇവരൊന്നും ചെയ്യത്തില്ല. ഇല്ല, അത്രേ ഉള്ളൂ. ഓ, ആനക്ക് അറിയാം ഇവരെ. ആന ഒന്നും ചെയ്യത്തൊന്നുമില്ല. കടുവയും പാമ്പും എല്ലാം ഉണ്ട്. ഉണ്ട്. പന്നി ശല്യം ഒക്കെ ഉണ്ടല്ലേ? ശല്യം എന്ന് പറയുന്നത് അവർക്ക് ശല്യമില്ല. ശല്യമില്ല. നമ്മുടെ മുറ്റത്ത് കോഴി ഇരിക്കുന്ന പോലെ. അത്രേ ഉള്ളൂ. അവരവിടെ കിടന്നുറക്കും. ഓ, അവരാ കണ്ടു എഴുന്നേറ്റ് ഓടാനൊന്നും പോകുന്നില്ല. അവരവിടെ കിടന്നുറക്കും. അല്ലെങ്കിൽ മുറ്റത്തൊരു ചെറിയൊരു ആഴിയിടും. എല്ലാ വീടിന്റെ അടുത്ത് കാണുമോ? എല്ലാം അവരിടത്തില്ല, ആഴിയിടത്തില്ല. അവർക്ക് ഇതൊന്നും പേടിയില്ല. കണ്ടുവെച്ചാൽ ആന മണപ്പിച്ച് നോക്കിയാൽ ആന തിരിച്ചു പോകും. നമ്മൾ ഈ ലാഹയിലെത്തിയപ്പം ഇവിടെ അടിപൊളി ഒരു വീട് ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. ഒരുപാട് ഷെഡുകളാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു വീട് ഇവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ സ്ഥലത്തുണ്ട്. അപ്പോൾ ആ ചേട്ടനോട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആ വീടും ഒക്കെ ഒന്ന് കാണാം. നല്ല മുള കൊണ്ടാണ് പണിയുന്നത്. ചേട്ടാ പേരെന്തുവാ? എൻ്റെ പേര് ഉത്തമൻ. ഉത്തമൻ ചേട്ടാ, നമ്മുടെ ഈ വീട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പണി നടക്കുന്നത്? ഇത് ഞങ്ങളിപ്പം ആദിവാസി സുഹൃത്തുക്കളെല്ലാം കൂടിക്കൊണ്ട് ഞങ്ങൾ സൗജന്യമായിട്ട് സേവനാടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന വീടാണ്. ഇത് ഏകദേശം എന്ത് ചിലവ് വരും ചേട്ടാ? ഒരു 2.5 ലക്ഷം രൂപ ചിലവ് വരും. അതായത് മുളയായാൽ പോലും. കാരണം ഇതെല്ലാം വെട്ടിപ്പറക്കി കൊണ്ടുവരികയും. കാരണം നമ്മൾ ഇഷ്ടികയാണെങ്കിൽ നമുക്ക് കൂടുതൽ തച്ചാകത്തില്ല. കാട്ടിപ്പോയി ഇതെല്ലാം വെട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ അത് പണി കൂടുതൽ വരുന്നതാണ്. ഇതിപ്പോ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഉത്തമൻ ചേട്ടൻ വെച്ചു കൊടുക്കുന്ന വീടാണോ ഇത്? ഞാൻ മാത്രമല്ല, അല്ല, ഞങ്ങൾ പല സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും കൂടി ചെയ്യുന്ന വീടാണ്. ഓ, നമുക്ക് ഈ മുള വെട്ടുന്നതിന് പ്രത്യേക പെർമിഷനോ കാര്യങ്ങളൊക്കെ എടുക്കണം? ആവശ്യമില്ല. ഇല്ല. അതായത് ഇവർക്ക് ഈ ആദിവാസികൾക്ക് അത് അവകാശപ്പെട്ടത് അവരുടെ വീടിന് വേണ്ടിയിട്ട്. വീടിന് വേണ്ടിയാണ്. ധൈര്യമായിട്ട് വെട്ടാം. പുറത്തുനിന്നുള്ള ഒരാൾക്ക് വെട്ടാൻ പറ്റത്തില്ല. പറ്റത്തില്ല. അപ്പൊ ഏകദേശം ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളത് ഒന്ന് പറഞ്ഞുതരാമോ? ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ? നമ്മൾ കാണിച്ചു തരാം. നമ്മള് ഈ കല്ല് കൊണ്ട് നമ്മൾ തറ കെട്ടി, നമ്മൾ തറ സിമെന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ മരത്തൂണുകൾ, വനത്തിലുള്ള മരത്തൂണുകൾ കൊണ്ടാണ് നമ്മളത് തൂണ് ഇട്ട് ഇഴയിറക്കി മേളിൽ റൂഫിംഗ് ഷീറ്റ്. ഇത്രയുണ്ട്. ഒരു റൂം ഉണ്ടല്ലേ? ഒരു റൂം, ഒരു അടുക്കള ഉണ്ടോ? അടുക്കള, ഒരു ബെഡ്റൂം, വരാന്ത, സിറ്റ് ഔട്ട്. ചേട്ടാ ഇപ്പൊ പണിയൊക്കെ തീർന്നു ഏകദേശം? അല്ല, കുറച്ച് അല്പം തീരാറായി. നാളത്തെ പണി കൊണ്ട് തീരും. അപ്പൊ എന്നാ ഇതിന്റെ പാലുകാച്ചൊക്കെ എന്നാ? 5-ാം തീയതി. ആരാ ഉദ്ഘാടനം? MLA പ്രമോദ് നാരായണാണ്. ആണല്ലേ? അതിന്റെ പാലുകാച്ചൊക്കെ. തറ എങ്ങനെ എന്തോ ഇട്ടേക്കോ? സിമെന്റ് ഇട്ടേക്കോ? സിമെന്റ് ഇട്ടേക്കോ. ഓ, തടി കൊണ്ട് പടിക്കെട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ആണോ? കണ്ട അടിപൊളിയായിട്ട് തടിയൊക്കെ അടിക്കും, മണ്ണൊക്കെ ഇട്ട് കണ്ട അടിപൊളി ഒരു വീടാണ് പണിഞ്ഞിരിക്കുന്നത്. ഫുള്ള് കാട്, എങ്ങോട്ട് നോക്കിയാലും കാടാണ്. അപ്പം കാടിൻ്റെ നടുക്കാണ് ദാണ്ട അടിപൊളിയൊരു വീട്. ചെറിയ ഷെഡുകളൊക്കെ ഉള്ളൂ, പക്ഷേ അതിൻ്റെ നടുക്ക് അടിപൊളിയൊരു വീട് ദാണ്ട സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടനമൊക്കെ ഉണ്ട്.